ബലാത്സംഗ റിപ്പീറ്റ് ബലാത്സംഗത്തിനിരയായ നടിയായ അതിജീവിത വിചാരണ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. കേസ് തെളിയിക്കാൻ ഒന്നാം സാക്ഷിയായ അതിജീവിതയുടെ മൊഴി കരുത്താകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷ. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു. മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നു. 2012 ലണ്ടൻ യാത്രക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണെന്നാണ് ചോദിച്ചത്. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് അതിജീവിതയുടെ മൊഴി. കൂടാതെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നും ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നു എന്നും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നു. അതിജീവിതയെ ബലാത്സംഗം ചെയ്യാൻ മുമ്പും ശ്രമം നടന്നിരുന്നു. 2017 ഗോവയിൽ ഒരു സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്ത് നടിയെ അതിക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇത് നടന്നില്ല. ജനുവരി 3 നടിയെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയത് പൾസർ സുനിയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ നടിയുടെ ഡ്രൈവറായിരുന്നു. ബലാത്സംഗം ചെയ്യാൻ വാഹനം തേടി ജനുവരി 3 സുനിൽ സെന്തിൽ കുമാർ എന്നയാളെ വിളിച്ചു. ഇതിന്റെ തെളിവും കോടതിയിലെത്തിയിട്ടുണ്ട്. അതിജീവിതയായിരുന്നില്ല മഞ്ജു വാര്യരോട് ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നത്. ആ ബന്ധത്തെക്കുറിച്ച് പലരിൽ നിന്നായി അവർ കേട്ടു. തന്റെ അടുത്ത സുഹൃത്തായിട്ടും എന്തുകൊണ്ട് അതിജീവിത ഇതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമായിരുന്നു മഞ്ജുവിന്റെ സംശയം. നടിയെ ആക്രമിക്കാൻ മുമ്പും ശ്രമം നടത്തിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയ്ക്കിടയിലാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചിരുന്നത്. 2017 ജനുവരി 3 ഗോവയിൽ വെച്ച് കുറ്റകൃത്യം നടത്താനായിരുന്നു പദ്ധതിയിട്ടത്. നടി നായികയായ സിനിമ ചിത്രീകരിച്ചിരുന്നത് ഗോവയിൽ വെച്ചായിരുന്നു. അപ്പോൾ ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടത്. നടിയെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിയത് പൾസർ സുനിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ തന്നെയാണ് നടിയുടെ ഡ്രൈവറായിരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് റോഡ് മാർഗം കൊച്ചിയിലേക്ക് വരുമെന്നായിരുന്നു സംഘം കണക്ക് കൂട്ടിയത്. ഈ യാത്രക്കിടെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനായിരുന്നു പദ്ധതിയിട്ടത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഫെബ്രുവരി 17 കുറ്റകൃത്യം നടപ്പിലാക്കിയത്. കുറ്റകൃത്യത്തിന്റെ പ്രധാന ഗൂഢാലോചകൻ ദിലീപ് ആണെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. 2017 ജനുവരി 2 പൾസർ സുനി ഗോവയിലെത്തി. തുടർന്ന് നടിയുടെ വാഹനത്തിൽ ഡ്രൈവറായി. നടിയോടൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരവണൻ ഉണ്ടായിരുന്നത് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമായി. അതിനുശേഷവും നടിയെ ആക്രമിക്കാനുള്ള സൗകര്യം നോക്കി പൾസർ സുനി കാത്തിരുന്നു. ഒരു ട്രാവലർ സംഘടിപ്പിച്ച് ആ വാഹനത്തിനുള്ളിൽ നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്താനായിരുന്നു പൾസർ സുനിയുടെ കൊട്ടേഷൻ. ദൗത്യത്തിന് വാഹനം ലഭിക്കുമോ എന്ന് ചോദിച്ച് പൾസർ സുനി കേസിലെ 173 സാക്ഷിയായ സെന്തിൽ കുമാറിനെ പൾസർ സുനി വിളിച്ചിരുന്നു. 4ാം പ്രതി വിജീഷിനെ 20 തവണ വിളിച്ചിരുന്നു. 2ാം പ്രതി മാർട്ടിനെയും 3ാം പ്രതി മണികണ്ഠനെയും സുനിൽകുമാർ ഗോവയിൽ നിന്ന് വിളിച്ചിരുന്നു. ജനുവരി 5 അപ്രതീക്ഷിതമായി നടി കേരളത്തിലേക്ക് മടങ്ങിയതോടെ ആ ശ്രമം അവിടെ പരാജയപ്പെടുകയായിരുന്നു.